വോട്ടുറപ്പിക്കുന്നതിനേക്കാൾ വോട്ട് നിലനിർത്തുക എന്നതാണ്. കാരണം വെള്ളാപ്പള്ളി നടേശൻ ഒരിക്കലും താൻ CPM-നെതിരാണ് എന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈഴവ വിഭാഗത്തു നിന്നുള്ള, അല്ലെങ്കിൽ മലബാറിലാണെങ്കിൽ തീയ വിഭാഗത്തു നിന്നുള്ള വോട്ടുകൾ ഏറ്റവും കൂടുതൽ പോൾ ചെയ്യപ്പെടുന്നത് CPIM-നാണ്. യഥാർത്ഥത്തിൽ BJP-യും CPI-യും ഒരു ഹിന്ദു പാർട്ടി എന്ന രീതിയിലാണ് ബഹുഭൂരിപക്ഷം വോട്ടർമാരും അല്ലെങ്കിൽ കേഡർമാരും ഇവിടെ നിന്നാണ്, അല്ലെങ്കിൽ നേതാക്കളിലേക്ക്, മന്ത്രിമാരിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് കൃത്യമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഈ അവസരം ഉപയോഗിക്കാൻ ശ്രമിച്ച പ്രതിപക്ഷം യഥാർത്ഥത്തിൽ എങ്ങും തൊടാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. കാരണം ലീഗിന്റെ വോട്ടുകൾ ഒരിക്കലും ഇടതുപക്ഷത്തേക്ക് വരില്ല എന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാം. അതേസമയം BJP-യിലേക്ക് പോയിട്ടുള്ള ഈ OBC വോട്ടുകൾ, പ്രത്യേകിച്ചും ഈഴവ വോട്ടുകൾ, അത് തിരിച്ചു വരുന്നതിന് ഉള്ള ഒരു കളം ഒരുക്കുക, അത് താൻ തന്നെ ചെയ്യേണ്ടതുണ്ട് എന്നത് മുഖ്യമന്ത്രിക്കും അറിയാം, പാർട്ടിക്കും അറിയാം, LDF-നും അറിയാം. അതവർ വിലയിരുത്തി കഴിഞ്ഞതാണ്. ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വോട്ട് ചോർച്ചയുണ്ടായ മണ്ഡലങ്ങൾ, അതിപ്പോൾ ആറ്റിങ്ങൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ആലപ്പുഴ എടുത്തു നോക്കിക്കഴിഞ്ഞാലും കൃത്യമായി അത് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് വോട്ട് ചോർച്ചയുണ്ടായത് എന്ന്. അപ്പോൾ ഈഴവ വോട്ടുകൾ പോയിട്ടില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ ന്യായീകരിച്ചിട്ടുണ്ട്. അത് കണ്ണൂരിന്റെ കോണ്ടെക്സ്റ്റിലാണ്. കണ്ണൂരിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ കണ്ണൂരിൽ തോറ്റതെന്ന് ഇതേ വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങൾ എവിടെയും പോയിട്ടില്ല, പക്ഷേ പ്രശ്നാധിഷ്ഠിത നിലപാടിന്റെ ഭാഗമായി ചിലപ്പോൾ ഞങ്ങൾ മാറ്റി കുത്തിയിട്ടുണ്ടാകും, അത് ബോധ്യപ്പെട്ടല്ലോ എന്ന് പറയാതെ എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുമുണ്ട്.